നമസ്കാരം. മലനാട് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോലീസുകാരുടെ കുടുംബക്ഷേമം ഉറപ്പാക്കാൻ നടപടി അടിയന്തരമായി ഉണ്ടാകണമെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി.ജെ. കുര്യൻ. സ്വകാര്യ മേഖലയിൽ സംവരണം ഉറപ്പാക്കാൻ നിയമഭേദഗതി കൊണ്ടുവരണമെന്ന സാംബവ മഹാസഭ പത്തനംതിട്ടയിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി ഉപരോധിച്ചു. പത്തനംതിട്ട ഉപജില്ലാതല സ്കൂൾ കലോത്സവം നവംബർ 19 മുതൽ 22 വരെ വടശ്ശേരിക്കരയിൽ വെച്ച് നടക്കും. വിപുലമായ സ്വാഗത സംഘം പ്രവർത്തനം ആരംഭിച്ചു. പരിശീലനവും പരിശീലകരുമില്ലാതെ അരൂർ ഗവൺമെന്റ് രാമേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക പ്രതിഭ അജിത് ജാവലിൻ ത്രോയിൽ നേടിയ കന്നിക്കൊയ്ത്ത് സംസ്ഥാന റെക്കോർഡിലേക്ക് അജിത്തിന് സ്കൂളിൽ ഊഷ്മള അനുമോദനം നൽകി. ഞാൻ ലാൽ മാത്യു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പോലീസുകാരുടെ കുടുംബക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കാൻ നടപടി ഉണ്ടാകണമെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി.ജെ. കുര്യൻ പറഞ്ഞു. പോലീസ് അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സംസ്ഥാന ഭാരവാഹികൾക്കായി നടത്തിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി.ജെ. കുര്യൻ. പോലീസുകാരുടെ കുടുംബക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കാൻ നടപടി ഉണ്ടാകണമെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി.ജെ. കുര്യൻ പറഞ്ഞു. നല്ല താമസ സൗകര്യവും പോലീസുകാർക്കുണ്ടാകണം. എല്ലാവർക്കും ആനുകൂല്യ പ്രഖ്യാപനമുണ്ടായിട്ടും പോലീസുകാരുടെ കാര്യത്തിൽ കാര്യമായ ശ്രദ്ധയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണമെന്നും പ്രൊഫസർ പി.ജെ. കുര്യൻ പറഞ്ഞു. കേരള പോലീസ് അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംസ്ഥാന ഭാരവാഹികൾക്ക് ഏർപ്പെടുത്തിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രൊഫസർ പി.ജെ. കുര്യൻ. പോലീസുകാർക്ക് വാസ്തവത്തില് എല്ലാ സംരക്ഷണവും കൊടുക്കണം, പോലീസുകാർക്ക് മാന്യമായി ജീവിക്കാനുള്ള വേതനവും കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലേ പോലീസുകാർക്ക് നീതി നിർവഹിക്കാൻ പറ്റത്തുള്ളൂ. പട്ടിണി കിടക്കുന്ന പോലീസുകാരനെ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്ത പോലീസുകാരനെ, എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലും പലപ്പോഴും അഴിമതി ഒക്കെ ഉണ്ടാകുന്നത്? പോലീസുകാരുടെ ഇടയിലും അഴിമതി ഉണ്ടായെങ്കിൽ അതിന്റെ കാരണം ജീവിത സാഹചര്യം കൂടാണ്. അപ്പൊ പോലീസുകാർക്ക് മാന്യമായ സംരക്ഷണവും നന്നായി ജീവിക്കാനുള്ള അവസരവും കൊടുക്കണം. അവരുടെ ബുദ്ധിമുട്ടുകൾ കഴിവിടത്തോളം പരിഹരിക്കുന്നതായിരിക്കണം പോലീസ് നേതൃത്വത്തിന്റെയും ഗവൺമെന്റിന്റെയും സമീപനം എന്ന കാര്യത്തിൽ ഒരു സംശയം. പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബൈജു എം മീര അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പോലീസ് മേധാവി പി വിമലാദിത്യ മുഖ്യാതിഥിയായിരുന്നു. ദീപ്തികുമാർ സ്വാഗതം പറഞ്ഞു. പത്തനംതിട്ട ഡിവൈഎസ്പി ആർ ചന്ദ്രശേഖരപിള്ള, പി കെ അനിൽകുമാർ, കെ സുരേഷ് ബാബു, സണ്ണിക്കുട്ടി, നാസിമുദ്ദീൻ, പി.ജെ. സന്തോഷ് കുമാർ തുടങ്ങിയവർ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പരിശീലനവും പരിശീലകരുമില്ലാതെ അരൂർ രാമേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക പ്രതിഭ എം.ബി. അജിത് ജാവലിൻ ത്രോയിൽ നടത്തിയ കന്നിക്കൊയ്ത്ത് സംസ്ഥാന റെക്കോർഡിലേക്ക് ഇടം ചേരുന്നു. എം.ബി. അജിത്തിന് സ്കൂളിൽ ഊഷ്മള അനുമോദനം നൽകി. പാഠ്യേതര വിഷയങ്ങളിൽ പ്രതിഭകൾ പിറന്നുവരുന്ന അരൂർ രാമേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തവണ തിളങ്ങിയത് കായിക ലോകത്താണ്. സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി എം.ബി. അജിത്തിലൂടെയാണ് രാമേശ്വരം സ്കൂൾ ഒരിക്കൽ കൂടി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രം കുറിച്ചിട്ടത്. തിരുവല്ലയിൽ വെച്ച് നടന്ന ജില്ലാതല സ്കൂൾ കായികമേളയിലാണ് അരൂർ സ്കൂളിന് തിളക്കം നൽകി അജിത്ത് താരമായത്. ക്ലാസ്സിലെ സഹപാഠി മഹേശ്വരി പറയും പോലെ തികച്ചും താരോദയം തന്നെ. ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഒരിടത്ത് പറഞ്ഞു കേൾക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് അഭിമാനമുള്ള കാര്യമാണ്. ഞങ്ങളുടെ അധ്യാപകർ അവരുടെ ഒരുപാട് പരിശ്രമ ഫലമായിട്ടാണ് ഞങ്ങളിൽ നിന്നൊരു താരം ഉയർന്നു വന്നത്. ഇത് ശരിക്കും ഒരു താരോദയം തന്നെയാണ്. ഇതിൽ ഞങ്ങൾ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗം ജാവലിൻ ത്രോയിലാണ് അജിത്ത് കന്നിക്കൊയ്ത്ത് നടത്തി സംസ്ഥാന റെക്കോർഡിലേക്ക് കയറിപ്പോയത്. തിരുവല്ല കായികമേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾ 40 മീറ്റർ എറിഞ്ഞിട്ടപ്പോഴാണ് അജിത്ത് ജൂനിയർ വിഭാഗത്തിൽ 41 മീറ്റർ ജാവലിൻ ത്രോ നടത്തി ശ്രദ്ധേയനായത്. അധ്യാപകൻ ശ്രീകാന്ത് മലനാട് ന്യൂസിനോട്. ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ജൂനിയർ വിഭാഗത്തിലാണ് മത്സരിച്ചത്. സീനിയർ വിഭാഗത്തിലെ +1 +2 മത്സരിച്ചത്. അവർ 40 മീറ്റർ എറിഞ്ഞുള്ളൂ. ഇവ 41.36 മീറ്റർ എറിഞ്ഞു.
അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു റെക്കോർഡാണ്. പിന്നെ ഇതൊരു 141 വർഷത്തെ ചരിത്രമുള്ള ഒരു സ്കൂളാണ്. എനിക്കൊന്ന് ഇതിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരാൾ സംസ്ഥാന തലത്തിൽ മത്സരിക്കുന്നത് കായിക വിഭാഗത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനൊരു ടെൻഡൻസി, അവനൊരു പരിശീലനം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പത്തനംതിട്ടയിൽ ചിലപ്പം ഏറ്റവും അറിയപ്പെടുന്ന ഒരു താരമായിട്ട് മാറും. പിന്നീട് സംഭവിച്ചത് സ്കൂളിൽ ആഹ്ലാദ തിമിർപ്പായിരുന്നു. സ്കൂൾ കലോത്സവത്തിന്റെ വർണ്ണപ്പതക്കം നിറഞ്ഞ വേദിയിലാണ് സ്കൂളിലെ കായിക പ്രതിഭയുടെ തിളക്കവാർത്തയെത്തിയത്. അജിത്തിന്റെ പ്രിയപ്പെട്ട അധ്യാപിക സ്മിത മലനാട് ന്യൂസിനോട്. അല്ല, ജില്ലാതല മത്സരത്തിന് പോകുന്ന നേരത്ത് വെറുതെ ആണെങ്കിലും ഞാനൊന്ന് പറഞ്ഞു നമുക്ക് സ്റ്റേറ്റിലേക്ക് പോകേണ്ടതാണെന്ന്. ഒരു പക്ഷെങ്കിൽ അതുകൊണ്ടായിരിക്കും അവൻ ആദ്യം എന്നെ തന്നെ വിളിച്ച് അറിയിച്ചത് സ്റ്റേറ്റിലേക്ക് പോകാനൊരു അവസരം കിട്ടിയെന്നത്. അതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. സ്കൂൾ കലോത്സവം നടക്കുന്ന സമയത്താണ് അത് അറിഞ്ഞത്. ആ വേദിയിൽ തന്നെ ഞങ്ങളത് അനൗൺസ് ചെയ്യുകയും ചെയ്തു. എല്ലാവർക്കും ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു. ശരിക്കും ഒഫീഷ്യലി അറിഞ്ഞൊരു വാർത്തയല്ല എങ്കിൽ പോലും ഞങ്ങളത് അന്നേരം അനൗൺസ് ചെയ്തു. അപ്പോഴാണ് വാർഡ് മെമ്പർ ക്യാഷ് പ്രൈസൊക്കെ തന്നു പോയത്. എല്ലാത്തിനും ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം. കായിക അധ്യാപകനില്ല, പരിശീലനമില്ല. ഇത്തരം കടുത്ത പരിമിതിയിൽ നിന്നുകൊണ്ടാണ് അജിത്ത് ഐരൂർ സ്കൂളിന് തിളക്കം സമ്മാനിച്ചത്. പ്രിൻസിപ്പാൽ പ്രസന്നകുമാരി. കായിക അധ്യാപകർ, സ്പെഷ്യൽ അധ്യാപകരെല്ലാം അത്യാവശ്യമാണ്. ഗവൺമെൻറ് പല സാമ്പത്തിക പരിമിതികൾ പറഞ്ഞ് സ്പെഷ്യൽ അധ്യാപകരുടെ എല്ലാം തസ്തിക ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ള സ്കൂളുകളിൽ തന്നെ ക്ലബിങ്ങിലൊക്കെ അങ്ങനെ അപൂർവ സ്കൂളിലേ ഉള്ളൂ. അപ്പോൾ ഹയർ സെക്കൻഡറിയുടെ വന്നതുകൊണ്ട് സ്കൂളിൽ സ്ട്രെങ്ത് ഇല്ല. പക്ഷേ ഹയർ സെക്കൻഡറിക്ക് കൂടെ പരിഗണിച്ച് കായിക അധ്യാപകരെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. കായിക അധ്യാപകരില്ലാത്ത സങ്കടം പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തീരാശാപമാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ പരിഹാരം കണ്ടേ മതിയാകൂ. അധ്യാപിക രമ. ഓരോ ഡിവിഷനാണെന്നുള്ള കാര്യം കൊണ്ട് മാത്രം പബ്ലിക് സെക്ടറിലുള്ള സ്കൂളുകളെ ഇങ്ങനെ അവഗണിക്കുന്നത് ശരിയാവില്ല. ഒരു ക്ലബിങ്ങിലെങ്കിലും കായികാധ്യാപകരെ വെച്ചുകൊണ്ട് ഇതുപോലെ കഴിവുറ്റ ധാരാളം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവർക്കെല്ലാം മികച്ച പരിശീലനം കൊടുക്കാനായിട്ട് സർക്കാർ ഇനിയെങ്കിലും പോളിസിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതാണെന്നാണ് എനിക്ക് അഭിപ്രായം. ജില്ലയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ രാമേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ ഓരോ അധ്യയന വർഷവും പുതിയ പാഠപുസ്തകമാണ്. പാഠ്യേതര വിഷയങ്ങളിലെല്ലാം കൗമാരക്കാരായ പെൺകുട്ടികളുടെ മാനസിക സംഘർഷം ചർച്ച ചെയ്യുന്ന സിനിമ സ്കൂളിൽ ചിത്രീകരണം പൂർത്തിയായി വരികയാണ്. ഇപ്പോൾ അജിത്ത് ട്രാക്കിലേക്ക് ഇറങ്ങി വന്നതോടെ ഐരൂർ സ്കൂളിന് കായിക ലോകത്തും കുത്തക നേടുക തന്നെ ചെയ്യും. അധ്യാപിക രാജേശ്വരി. ഇങ്ങനെ ഇത്തരം പ്രതിഭകളെ കണ്ടെത്തി സർക്കാർ വേണ്ട പ്രോത്സാഹനം നൽകിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒരു കായികാധ്യാപകനെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് പരിശീലനം നൽകുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല നിലവാരം പുലർത്താനാകും. ജില്ലയുടെ മിക്ക സ്കൂളുകളിൽ നിന്നുമുള്ള കായിക പ്രതിഭകൾ മികച്ച പരിശീലനവുമായി തിരുവല്ലയിൽ ട്രാക്കിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഐരൂരിൻ്റെ നാട്ടിൻപുറത്തുകാരനായാണ് അജിത്ത് ട്രാക്ക് കണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു ട്രാക്ക് സൂട്ട് പോലും ഇല്ലാതാണ് മത്സരത്തിന് ഇറങ്ങിയത്. അവിടെ എല്ലാവരും ട്രാക്ക് സൂട്ടൊക്കെ അണിഞ്ഞ് പിന്നെ സ്പൈക്സും ഒക്കെ ഇട്ട് മത്സരിച്ചപ്പം ഇവ സാധാരണ രീതിയിൽ മാത്രമാണ് മത്സരത്തിന് ഇറങ്ങിയത്. പിന്നെ ഇവിടെ അന്നേരം ഞാൻ അവനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നിനക്കിതിനകത്ത് എന്ത് തോന്നുന്നു ചോദിച്ചും പറഞ്ഞത് ഇവിടുത്തെ അധ്യാപകരുടെ ഒരു പ്രചോദനമാണ് അവൻ ഏറ്റവും കൂടുതൽ പ്രചോദനമായത് എന്നാണ് അവൻ സംസാരിച്ചത്. അധ്യാപകരുടെ മാത്രം സഹകരണം. പിന്നീട് അവന് ഇങ്ങനെ മത്സരമെല്ലാം കഴിഞ്ഞപ്പോൾ അവൻ ഓരോ അധ്യാപകരെ കുറിച്ച് എടുത്തു പറഞ്ഞ പേരുകൾ, അതിപ്പം രാധിക ടീച്ചറുണ്ട്. അവൻ്റെ കഴിവ് ആദ്യമായിട്ട് കണ്ടെത്തിയത് രാധിക ടീച്ചറാണ്. കാരണം അവന് നല്ലതുപോലെ ജാവലിൻ ത്രോ എറിയുമെന്നുള്ളതാണ്. പിന്നെ സ്മിത ടീച്ചറുണ്ട്. അവൻ ആദ്യം റിസൾട്ട് അറിഞ്ഞ ഉടനെ വിളിച്ചത് സ്മിത ടീച്ചറിനെയാണ്. സ്മിത ടീച്ചർ വിളിച്ച പിന്നെ എന്നോട് പോലും പറഞ്ഞത്, ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ അധ്യാപകരും, രമ ടീച്ചർ, അജിത് സാറ്, എല്ലാവരും. ഈ നേട്ടം അജിത്തിന് അപ്രതീക്ഷിതമാണ്. ആദ്യമായിട്ട് ഇത് ജാവലിംഗ് ഏറി നിന്ന് സ്കൂളിൽ വെച്ച് ആദ്യമായിട്ട് ഞാൻ കുറേ ദൂരം പോയി ടീച്ചർമാരൊക്കെ പറഞ്ഞു നല്ലതായിട്ട് അറിയാൻ പറ്റും, അതുകൊണ്ടാണ് പോയത്. അവിടെ വെച്ച് കിട്ടി, നല്ല സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം ജാവലില്ലായിരുന്നു, അത് ഷോർട്ട് പുട്ടിന് അതൊന്നും കിട്ടിയില്ല. എല്ലാവരും നല്ല പ്രചോദനം ചെയ്തു. ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും നല്ല പ്രചോദനം ചെയ്തു, ടീച്ചർമാർ. ഐരൂർ പുളി നിൽക്കുന്നതിൽ മധുലാൽ സരസ്വ ദമ്പതികളുടെ 2 മക്കളിൽ ഇളയ ആളാണ് അജിത്ത്. ആതിര സഹോദരിയാണ്. എന്തുതന്നെയായാലും ഐരൂർ രാമേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കായിക ലോകത്തിൻ്റെ ട്രാക്കിലേക്ക് ഇറങ്ങി വരികയാണ്, പ്രതിഭകളെ സമ്മാനിച്ചുകൊണ്ട് തന്നെ. അതിനി ഒരു കായിക അധ്യാപകനെ വേണമെന്ന ആവശ്യമാണ് അജിത്തിൻ്റെ സഹപാഠികളായ മഹേശ്വരിയും ആഷ്മിയും ഭാഗിയും മുന്നോട്ട് വയ്ക്കുന്നത്.
ഒരുപാട് കുട്ടികൾ സ്പോർട്സ് രംഗത്ത് മുന്നോട്ട് നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിലുണ്ട്. പക്ഷേ ഒരു കായികാധ്യാപകൻ്റെ കുറവ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുമുണ്ട്. മറ്റൊരു സ്പോർട്സ് താരം, അവനും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കുന്ന ഒരു കുട്ടിയാണ്. ഇവർക്കെല്ലാം ഒരു കായികാധ്യാപകനെ കിട്ടിയിരുന്നെങ്കിൽ ഇവരൊക്കെ ഇന്ന് നിൽക്കുന്നതിനും വളരെ ഉയരത്തിൽ തന്നെ എന്നേ ഇവരൊക്കെ 3 വർഷത്തിനുള്ളിൽ വരണമെന്ന് തോന്നിച്ചത്. അവനിങ്ങനൊരു നേട്ടം കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തരുടെയും മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന എനിക്കും ഇങ്ങനെയൊക്കെ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ ഇപ്പോൾ ഉണർന്നു വന്നിരിക്കുകയാണ്. അതിൽ ഞങ്ങൾ നന്ദി പറയുന്നത് അജിത്തിനോട് തന്നെയാണ്. ക്യാമറമാൻ സജിയോടൊപ്പം പുനൂർ സജീവ്, ചെറുകോൽപ്പുഴ. പെരുന്നാട് കൂനങ്കര ശബരി ശരണാശ്രമത്തിലെ ശബരിമല തീർത്ഥാടന അന്നദാന കേന്ദ്രത്തിന്റെയും ഗോശാലയുടെയും ഉദ്ഘാടനം നവംബർ 15 നടക്കും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർ അന്നദാന കേന്ദ്രത്തിന് ഭദ്രദീപം തെളിക്കും. രാജു എബ്രഹാം MLA അധ്യക്ഷത വഹിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MB ഗോവിന്ദൻ നായർ, കമ്മീഷണർ P വേണുഗോപാൽ, വെറ്റിനറി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ B അശോക്, നടൻ സുരേഷ് ഗോപി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ഇടവേള. ഒരു തീവണ്ടിക്കെന്ന പോലെ നിങ്ങളുടെ ഒരു ദിവസം ഭംഗിയായി ആരംഭിക്കാൻ രാത്രി നിദ്ര സുഖപ്രദമാകണം. രാത്രി നിദ്ര സുഖപ്രദമാക്കാനായി റാന്നിയിലെ നവാസിന്റെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ്, വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ആധുനിക കടച്ചൽ യന്ത്രത്തിന്റെ സഹായത്താൽ പഴയ മെത്തകളുടെ ചുരുങ്ങിയ പഞ്ഞി കടഞ്ഞ് ഭംഗിയുള്ള മെത്തകൾ ഞങ്ങൾ നെയ്തെടുക്കുന്നു. നിങ്ങളുടെ വീടിന് അഴകിന്റെ തൂവൽ സ്പർശമേകാൻ ഭംഗിയുള്ള ഫാഷനബിൾ ഫോർമാറ്റുകളുടെയും വൻശേഖരം. നവാസ്. നിങ്ങളുടെ സുഖനിദ്രയ്ക്കും നിങ്ങളുടെ വീടിന്റെ ലാവണ്യ ശോഭയ്ക്കും ഇന്നു തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ്, വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ഫോൺ 04735 223938 8547651210 9947738138. യഥാർത്ഥ സ്വർണത്തിന്റെ സത്യം, അനുകരിക്കാനാവാത്ത വിശ്വാസ പാരമ്പര്യം. ജോസ്കോസ് ഫാഷൻ ജുവലേഴ്സ്, റാന്നി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. നിങ്ങളുടെ ജീവിതത്തിലെ അമൂല്യ മുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കുവാൻ ക്രിസ്റ്റൽ ക്ലിയർ ഫോട്ടോഗ്രാഫിയുടെ പര്യായം. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, അങ്ങാടി, റാന്നി. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഹൈസ്പീഡ് ഫ്ലെക്സ് പ്രിന്റിംഗ്, ലേസർ പ്രിന്റിംഗ്, ID കാർഡ് മാർക്കിംഗ്, ലാമിനേഷൻ, ഫോട്ടോസ്റ്റാറ്റ് എന്നിവയ്ക്കും രചനയുടെ സേവനം ലഭ്യമാണ്. വിവാഹമംഗല്യ മുഹൂർത്തങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തേക്കാൾ മികവോടെ ഹൈടെക് സംവിധാനത്തിൽ ഞങ്ങൾ ചിത്രീകരിക്കുന്നു. നിങ്ങളുടെ ജീവിത മുഹൂർത്തം ഏതുമാകട്ടെ, പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതിനായി രചനയുടെ ഹൈടെക് ഔട്ട്ഡോർ യൂണിറ്റിന്റെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. കൂടാതെ മിനിറ്റുകൾക്കുള്ളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോയും റെഡിയാക്കി തരുന്നു. ഫോർ യുവർ കളർഫുൾ മെമ്മറീസ്, രചന ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. ഫോൺ 04735 225197 9447249105. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യപൂർണ്ണതയ്ക്കായി സിറ്റി സെന്റർ അണിയിച്ചൊരുക്കിയിരിക്കുന്നു ഗൃഹോപകരണങ്ങളുടെ കമനീയ കലവറ. മിക്സി, ഗ്രൈൻഡർ, പ്രഷർ കുക്കർ, ഡിന്നർ സെറ്റുകൾ എന്നിവയടക്കം എല്ലാ ഗൃഹോപകരണങ്ങളുടെയും വൻശേഖരം. ഷോക്കേസ്, ഗിഫ്റ്റ്, കോസ്മെറ്റിക് ഇനങ്ങൾക്കായി പ്രത്യേക വിഭാഗം. സ്കൂബിയുടെ അടക്കം പ്രമുഖ കമ്പനികളുടെ ബാഗുകളും കുടകളും, ഒപ്പം സ്പോർട്സ് ഇനങ്ങളും. ക്ലാസ്മേറ്റ്സ് ത്രിവേണി നോട്ട് ബുക്കുകൾക്കും സമീപിക്കുക. പുത്തൻ അധ്യയന വർഷത്തിൽ സമ്മാന പെരുമഴയും. ഓരോ 500 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. എല്ലാ മാസവും നറുക്കെടുപ്പും മെഗാ സമ്മാനമായി ബൈക്കും. വിലക്കുറവും മികച്ച മൂല്യവും സ്വന്തമായി പാർക്കിംഗ് സൗകര്യവും ഞങ്ങളുടെ സവിശേഷത. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9188271724 8086554688. കൂടുതൽ വാർത്തകളിലേക്ക്. പത്തനംതിട്ട വിദ്യാഭ്യാസ ഉപജില്ലാതല സ്കൂൾ കലോത്സവം നവംബർ 19 മുതൽ 22 വരെ തീയതികളിലായി വടശ്ശേരിക്കര TT തോമസ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. ഇതിനു മുന്നോടിയായി വിപുലമായ സ്വാഗത സംഘം പ്രവർത്തനം ആരംഭിച്ചു. പത്തനംതിട്ട ഉപജില്ലാതല സ്കൂൾ കലോത്സവം നവംബർ 19 മുതൽ 22 വരെ തീയതികളിലായി വടശ്ശേരിക്കര TT തോമസ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. 4 ദിന കലോത്സവത്തിന് വർണ്ണാഭമായ വേദികൾ ഒരുങ്ങും.
ഇതിനായി ഇന്നു മുതൽ വിപുലമായ സ്വാഗത സംഘം പ്രവർത്തനം ആരംഭിച്ചു. 100ഓളം അധ്യാപക, അനധ്യാപക, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ സ്വാഗത സംഘത്തിൽ അംഗങ്ങളായി. വടശ്ശേരിക്കരയിൽ വച്ച് ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം വടശ്ശേരിക്കരയിൽ വെച്ച് നടത്തുന്നതിനുള്ള ഒരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളുകയും ആ തീരുമാനം വടശ്ശേരിക്കര സമൂഹത്തെ അറിയിച്ച് അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി ഏതൊക്കെ രീതിയിലാണ് നമ്മൾ എല്ലാവരും കൂട്ടായി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നമ്മളുടെ കുട്ടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക്, വികസനത്തിന്, വികാസത്തിന് വഴിയൊരുക്കുന്ന ഈ പ്രധാന ഉത്സവം, ഈ മേള ഏറ്റവും ഭംഗിയായി നടത്തുന്നതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്, അതിനാവശ്യമായ സംഘാടക സമിതിയെ രൂപീകരിക്കുന്നതിന് നാം ഓരോരുത്തരും ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നു. വളരെ ഏറെ സന്തോഷമുണ്ട്. വടശ്ശേരിക്കരയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ സ്കൂൾ കലോത്സവത്തിന് ഇത്തരത്തിൽ വേദി കൊടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുവാൻ കഴിയുന്നത് വടശ്ശേരിക്കരയെ സംബന്ധിച്ചിടത്തോളം വിവിധ കലോത്സവങ്ങൾ, മറ്റ് ഉത്സവങ്ങൾക്കൊക്കെ ഭംഗിയായി നടത്തിയിരുന്നു. ജില്ലാതല സ്കൂൾ കലോത്സവങ്ങൾ ഇവിടെ നടത്തിയിരുന്നു. വടശ്ശേരിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ പുഷ്പാങ്കദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഹരിദാസ് മുഖ്യ സന്ദേശം നൽകി. നമുക്കറിയാം, ഉപജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു കലോത്സവമാണ്. ഹയർ സെക്കൻഡറിയുടെ ഇതുമായി ബന്ധപ്പെടുത്തിയതിനു ശേഷം കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ നമ്മുടെ ഈ കലോത്സവ പരിപാടി വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് നടത്താൻ കഴിയുന്ന ഒരു ക്രമീകരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. കാരണം എല്ലാവരും ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ കുറ്റമറ്റ നിലയിൽ ഈ പരിപാടി നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. എല്ലാ അധ്യാപക സമൂഹത്തെയും, അതേപോലെ എല്ലാ ജനപ്രതിനിധികളെയും, മറ്റു പൗരസമൂഹത്തെയും, പൗരവ്യക്തികളെയും എല്ലാം ഈ പരിപാടി പങ്കെടുപ്പിക്കാൻ കഴിയണം. ആരെയും ഇതിൽ നിന്ന് അകറ്റി നിർത്താൻ പാടില്ല, ആരും അകന്നു നിൽക്കാനും പാടില്ല. വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു കലോത്സവത്തിൽ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധമായ സഹായവും സഹകരണവും ഉണ്ടാകും. പത്തനംതിട്ട ഉപജില്ലാതല വിദ്യാഭ്യാസ ഓഫീസർ സൈനാസിസ് ആമുഖ പ്രസംഗം നടത്തി. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പല മത്സരങ്ങൾക്കായി, ഉപജില്ലാ തലത്തിൽ നടക്കുന്ന പല മത്സരങ്ങൾക്കായി വേദി ഒരുക്കി തന്ന മാനേജ്മെൻറ്റും അംഗങ്ങളുമാണ് ഇവിടെയുള്ളത്. മുൻ വർഷങ്ങളിലൊക്കെ കായികമേള സ്ഥിരം വേദി ഇവിടുത്തെ ഗ്രൗണ്ടായിരുന്നു. ഹെഡ് മിസ്സസ് ലിനു തോമസ് സ്വാഗതം പറഞ്ഞു. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസി അലക്സ്, പ്രിൻസിപ്പൽ ബിനു എം ജോർജ്, പഞ്ചായത്ത് അംഗം സ്വപ്ന സൂസൻ, ലത സുരേഷ്, വടശ്ശേരിക്കര മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പൊയ്കയിൽ രാജേന്ദ്രൻ തുടങ്ങിയവർ സ്വാഗത സംഘ രൂപീകരണത്തിനെത്തി. ന്യൂസ് ബ്യൂറോ റാന്നി. പത്തനംതിട്ട ജില്ലാ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി രോഗപ്രതിരോധ ബോധവൽക്കരണ കലാജാഥ സംഘടിപ്പിച്ചു. റാന്നിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 8 കേന്ദ്രങ്ങളിൽ കലാജാഥ അവതരിപ്പിക്കും. പത്തനംതിട്ട ജില്ലാതല എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി രോഗപ്രതിരോധ ബോധവൽക്കരണ കലാജാഥ സംഘടിപ്പിച്ചു. റാന്നി ബ്ലോക്കിലെ തെരഞ്ഞെടുക്കപ്പെട്ട 8 കേന്ദ്രങ്ങളിൽ കലാജാഥ ബോധവൽക്കരണം നടത്തും. ഇന്ന് നാരായണമൂഴിയിലും റാന്നി ഇട്ടിയപ്പാറയിലുമായാണ് കലാജാഥ എത്തിയത്. അമ്പലപ്പുഴ തോട്ടപ്പള്ളിയിലെ ചെമ്പകശ്ശേരി നാടൻ കലാവേദിയിലെ 8 കലാകാരന്മാരാണ് ബോധവൽക്കരണ സന്ദേശവുമായി കലാജാഥയിലെത്തിയത്. നാരായണമൂഴി ബസ് സ്റ്റാൻഡിൽ അവതരിപ്പിച്ച കലാജാഥ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ഉദ്ഘാടനം ചെയ്തു. ചില സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങൾ നിമിത്തമാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാറുള്ളത്. അതിനെ നമ്മളുടെ ജീവിതത്തിലൂടെ നമ്മൾ അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയാണെങ്കിൽ ഈ രോഗം ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നാണ്. ജീവിത വിശുദ്ധിയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഈ എയ്ഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം അത് വരാതിരിക്കുവാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഇതിനു വേണ്ടിയുള്ള കലാജാഥകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി
പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഹെൽത്ത് സൂപ്പർവൈസർ ജോസ് അഗസ്റ്റിൻ മുഖ്യ സന്ദേശം നൽകി. ഈ കലാപരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന ടീമംഗങ്ങളെ ഹാർദവമായിട്ട് ഈ പഞ്ചായത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് നാടൻ പാട്ടിന്റെ ഇരടിയിൽ എയ്ഡ്സ് രോഗ പ്രതിരോധ സന്ദേശ ഗാനം അവതരിപ്പിച്ചു. രോഗം പടരാനിടയാകുന്ന സാഹചര്യവും മുൻകരുതലും ഇടയ്ക്ക് വിശദീകരിക്കപ്പെട്ടു. രോഗബാധിതയായ ഗർഭിണിയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് HIV അണുബാധ പകരുന്ന 4 മാർഗങ്ങളാണ് പറഞ്ഞത്. 1 സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, 2 അണുവിമുക്തമല്ലാത്ത സൂചി സിറിഞ്ച് ഉപയോഗിച്ചുള്ള കുത്തിവയ്പ്പിലൂടെ, 3 അണുബാധയുള്ള രക്തം സ്വീകരിക്കുന്നതിലൂടെ, 4 രോഗബാധിതയായ ഗർഭിണിയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക്. HIV അണുബാധയെന്ന് കേട്ട കഴിഞ്ഞ കാലങ്ങളിൽ വെറുപ്പോടെ നോക്കിയിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മളുടേത്. എന്നാൽ HIV അണുബാധ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുമോ എന്നുള്ള ആശങ്കയും ഇതിനൊരു കാരണമായിരുന്നു. പക്ഷെ HIV അണുബാധ മേൽപ്പറഞ്ഞ 4 കാരണങ്ങളിലൂടെ അല്ലാതെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയില്ല. അതുകൊണ്ട് അണുബാധിതരോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലോ, ഒരേ ടോയ്ലറ്റ് ഉപയോഗിച്ചാലോ, ഒരു ഷൈക്കാൻഡ് കൊടുത്താലോ, എന്തിനേറെ പറയുന്നു ഒന്ന് ചുംബിച്ചാൽ പോലും ഈ രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയില്ല. പകരുന്നത് മേൽപ്പറഞ്ഞ 4 കാരണങ്ങളാൽ കൂടി മാത്രമാണ്. അതായത് നാം ആവശ്യപ്പെട്ട് ചെന്നാൽ മാത്രം നമ്മോടൊപ്പം വരുന്ന ഒരു സുഹൃത്താണ് HIV അണുബാധ. അതായത് വിഷുക്കൈനീട്ടം ചോദിച്ചു മേടിക്കുന്നത് പോലെ നമ്മളോടൊപ്പം നമ്മൾ ആവശ്യപ്പെട്ടാൽ മാത്രം കൂടുന്ന ഒരു അസുഖമാണ്, ഒരു രോഗലക്ഷണമാണ് HIV അണുബാധ. വീണ്ടും ബോധവൽക്കരണ ഗാനം സജീവമാകും. നൃത്തനാട്യ അവതരണത്തോടെയാണ് എയ്ഡ്സ് രോഗ പ്രതിരോധ കലാജാഥ അവതരിപ്പിക്കപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ റാന്നി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി കുമ്പളാംപൊയ്ക. ഗൃഹസൗന്ദര്യത്തിന് മോടി കൂട്ടുന്ന ടൈൽസ് വ്യാപാര രംഗത്തെ ഏറ്റവും പുതിയ വെല്ലുവിളികളുമായി നിങ്ങളുടെ മുൻപിൽ ഒരാധുനിക കലവറ. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി. 40 രൂപ മുതലുള്ള വെട്രിഫൈഡ് ടൈലുകളുടെയും 25 രൂപ മുതലുള്ള സെറാമിക് ടൈലുകളുടെയും 13 രൂപ മുതലുള്ള വാൾ ടൈലുകളുടെയും അമൂല്യ ശേഖരം. ഒപ്പം 85 രൂപ മുതലുള്ള ഗ്രാനൈറ്റിനും സമീപിക്കുക. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, ഫെഡറൽ ബാങ്കിന് സമീപം, കുമ്പളാംപൊയ്ക. ഫോൺ 04735251024. മൊബൈൽ 9961553202 9495068656. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും കാലാന്തരങ്ങൾ എത്രയോ വന്നാലും ഇത് മലയാളി തനിമയുടെ പൊന്നിൽ തീർത്ത ബന്ധം. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. കമനീയമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ ആഭരണങ്ങൾ, ആന്റിക് കളക്ഷനുകൾ, നവരത്ന മോതിരങ്ങൾ, വജ്രാഭരണങ്ങൾ, സിംഗപ്പൂർ കളക്ഷൻസ്. ഓർഡറുകൾ അനുസരിച്ച് പേൾമാല, രുദ്രാക്ഷമാല എന്നിവ ചെയ്തു കൊടുക്കുന്നു. പ്രത്യേക ആനുകൂല്യങ്ങളോടെ ആഭരണങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യം. ഉപഭോക്താക്കൾക്ക് സുരക്ഷിത ഭാവിക്കായി സ്വർണ്ണ നിക്ഷേപ പദ്ധതി. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 04735226773 224347. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ കുഞ്ഞോമനകൾക്കുള്ള കുട്ടിക്കുപ്പായങ്ങൾ മുതൽ മുത്തശ്ശിമാർക്കുള്ള സെറ്റും മുണ്ടും വരെ തിരഞ്ഞെടുക്കുവാൻ വിപുലമായ ശേഖരം. കോളേജ് കുമാരന്മാർക്കും കുമാരിമാർക്കുമായി പ്രത്യേക വിഭാഗം. റെഡിമെയ്ഡ് ഷർട്ടിംഗ്, പാൻസ്, ചുരിദാർ,
ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ് എന്നിവയുമായി പ്രത്യേക വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഏതുമാകട്ടെ, ചടങ്ങിന്റെ പ്രൗഢിക്കിണങ്ങും വിധം സുന്ദരിയായി അണിഞ്ഞൊരുങ്ങുവാൻ ഞങ്ങളുടെ സാരി പവലിയൻ സന്ദർശിക്കൂ. പുരുഷത്വത്തിന്റെ പ്രതീകമായ MCR ബ്രാഹ്മോസ് ഫാൻസി മുണ്ടുകൾ മിതമായ വിലയിൽ ഇവിടെ ലഭിക്കുന്നു. ബ്ലൗസ് പീസ്, ബെഡ്ഷീറ്റുകൾ, ലുങ്കികൾ എന്നിവ കൂടാതെ പ്രശസ്ത കമ്പനികളുടെ ബേബി സെറ്റിനും ഞങ്ങളെ സമീപിക്കും. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. റാന്നിയുടെ വസ്ത്രസങ്കല്പങ്ങളുടെ താക്കോൽ ഭാരത്, ഭാരത്, ഭാരത്. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9460579953. മന്ന കളക്ഷൻസ്, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ മുഖകാന്തി കൂട്ടി സുന്ദരിയാകാനും പട്ടുചേല ചുറ്റി ശരീരകാന്തി കൂട്ടുവാനും സുവർണാവസരം. മന്ന കളക്ഷൻസ്. ഫേഷ്യൽ, ഹെയർ കട്ടിംഗ്, ബ്രൈഡൽ മേക്കപ്പ്, കാർ ഡെക്കറേഷൻ കൂടാതെ സ്റ്റീം ബാത്തിനും നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. ലേഡീസ് ടൈലറിംഗ്, ചുരിദാർ, ബ്ലൗസ്, യൂണിഫോം വർക്കുകൾക്കും സമീപിക്കുക. എല്ലാ തയ്യൽ ജോലികളും മിതമായ നിരക്കിൽ ചെയ്തു വരുന്നു. മന്ന കളക്ഷൻസ്. ബ്രോക്കേഡ്, സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ് കൂടാതെ കുട്ടിക്കുപ്പായങ്ങളുടെയും വൻ ശേഖരം. മന്ന കളക്ഷൻസ്. മന്ന ബ്യൂട്ടി പാർലർ, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9605296660. വാർത്തകൾ തുടരുന്നു. സ്വാശ്രയ മേഖലയിൽ സംവരണം ഉറപ്പാക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് സാംബവ മഹാസഭ ആവശ്യപ്പെട്ടു. സർക്കാർ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പത്തനംതിട്ടയിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി ഉപരോധിച്ചു. സ്വാശ്രയ മേഖലയിൽ സംവരണം ഉറപ്പാക്കുക, എയ്ഡഡ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സംവരണ തത്വം പാലിക്കുക, ഈറ്റത്തൊഴിൽ പരമ്പരാഗത വ്യവസായത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി ആനുകൂല്യം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സാംബവ മഹാസഭാ പ്രവർത്തകർ കളക്ടറേറ്റ് മാർച്ച് നടത്തി ഉപരോധിച്ചു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. രാവിലെ അബാൻ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് ചേർന്ന കൂട്ടധർണ സാംബവ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് KK സോമൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CK അർജുനൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ അടിസ്ഥാന വർഗങ്ങളുടെ ഗർജിക്കുന്ന സിംഹമായിരുന്ന ശ്രീ കാവാരിവള്ളം കണ്ണൻകുമാറിന്റെ സ്മൃതിമണ്ഡപം കേരളത്തിലെ സാംബവരുടെ മാത്രമല്ല പട്ടികജാതി വിഭാഗക്കാരുടെയും മറ്റെല്ലാ ജനവിഭാഗങ്ങളുടെയും ആവശ്യമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അടിയന്തരമായി തന്നെ ആറന്മുള പഞ്ചായത്തിനെതിരെയും ഗവൺമെന്റിനെതിരെയും ശക്തമായ സമര പ്രക്ഷോഭങ്ങൾ നടത്തുവാനായി തീരുമാനമെടുത്തിരിക്കുന്നു. ജില്ലാ സെക്രട്ടറി ES ഭാസ്കരൻ, സുദേവൻ, ലാൽജി, ലളിതാമണി തുടങ്ങിയവർ കൂട്ടധർണയെ അഭിസംബോധന ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വൈദ്യുതീകരിക്കാത്ത വീടുകളുടെ എണ്ണത്തിൽ കൃത്രിമത്വം കാട്ടി ജില്ലയിലെ റേഷൻ കടകളിൽ നിന്ന് മണ്ണെണ്ണ വൻതോതിൽ കരിഞ്ചന്തയിൽ മറിച്ചു വിൽക്കുന്നതായി ആക്ഷേപം. വൈദ്യുതീകരിക്കാത്ത വീടുകളുടെ എണ്ണത്തിൽ കൃത്രിമത്വം കാട്ടി പത്തനംതിട്ട ജില്ലയിലെ റേഷൻ കടകളിൽ നിന്ന് മണ്ണെണ്ണ വൻതുകയ്ക്ക് കരിഞ്ചന്തയിൽ വിറ്റഴിക്കപ്പെടുന്നതായി ആരോപണം. റാന്നി വെച്ചുച്ചിറ സ്വദേശി അനീഷ് ആന്റണിക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയിലൂടെയാണ് അഴിമതി സമ്പൂർണ്ണമായി വ്യക്തമായത്. പത്തനംതിട്ട ജില്ലയിൽ 3,33,107 റേഷൻ കാർഡുകളുണ്ടെന്നാണ് കണക്ക്. ഇതിൽ 42,620 ഉപഭോക്താക്കളുടെ വീടുകൾ വൈദ്യുതീകരിച്ചിട്ടില്ലെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ കണക്ക് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ലെന്നാണ് ആക്ഷേപം. റാന്നി സ്വദേശി പ്രസാദ് കുഴിക്കാല മലനാട് ന്യൂസിനോട്. പത്തനംതിട്ട ജില്ലയിലെ 3,33,107 കാർഡ് ഉടമകൾ ഉള്ളപ്പോൾ അതിൽ കറണ്ടില്ലാത്ത ആൾക്കാരെ എന്നുള്ള രീതിയിൽ കാർഡ് ഉടമകളായി കാർഡ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന 42,620 കാർഡുകളാണ് പത്തനംതിട്ട ജില്ലയിലായി 4 ലിറ്റർ മണ്ണെണ്ണ കിട്ടുന്ന കാർഡുകളായിട്ടുള്ളത്. ഈ 4 ലിറ്റർ മണ്ണെണ്ണ സബ്സിഡി റേറ്റിൽ കിട്ടുമ്പോൾ റാന്നി പോണക്കുള്ള നിയോജക മണ്ഡലങ്ങൾ സമ്പൂർണ്ണ വൈദ്യുതീകരണ നിയോജക മണ്ഡലങ്ങൾ ആണ് എന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ആ സമ്പൂർണ്ണ വൈദ്യുതീകരണ നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് ഒരു 2%, 3% ആളുകൾക്ക് മാത്രമാണ് ഇന്ന് കറണ്ട് ഇല്ലാതുള്ളത്. അതിന് 14,000 കാർഡുകളാണ് റാന്നി നിയോജക മണ്ഡലത്തിൽ കാർഡുകളായിട്ടുള്ളത്. 14,000 കാർഡുകൾക്ക് 4 ലിറ്റർ മണ്ണെണ്ണ വെച്ച് ഇവിടെ ശേഖരിക്കപ്പെടുമ്പോൾ ഏതാണ്ട് ഒരു മാസം 50,000 ലിറ്റർ മണ്ണെണ്ണ റാന്നിയിൽ മാത്രം കരിഞ്ചന്തയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. റാന്നി നിയോജക മണ്ഡലം സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ചെന്ന പ്രഖ്യാപനമുണ്ടായിട്ട് വർഷങ്ങളായി. എന്നാൽ മണ്ഡലത്തിലുള്ള 55,337 റേഷൻ ഉപഭോക്താക്കളിൽ 12,337 പേരുടെ വീടുകൾ വൈദ്യുതീകരിച്ചിട്ടില്ലെന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഇല്ലാത്ത വീടുകളുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടി മണ്ണെണ്ണ കരിഞ്ചന്തയിൽ വിറ്റഴിക്കുന്നുവെന്നാണ് ആരോപണം.
99% വൈദ്യുതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കണക്ക് വെച്ചിട്ടാണ് അങ്ങനെ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ വന്നാൽ ഒരു 1000 കാർഡിന് താഴെ മാത്രമേ വൈദ്യുതി ഇല്ലാത്ത വീടുകൾ റാന്നിയിൽ വരാവൂ. അങ്ങനെ ഒരു സാഹചര്യമില്ല. റാന്നിയിൽ തുച്ഛമായ രീതിയിൽ ഏതാണ്ട് ഒരു 500 വീടിന് താഴെ പോലും വൈദ്യുതി ഇല്ലാത്ത വീടുകളില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതിയിലുള്ള സത്യം. ഇത് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ തന്നെ അറിയാം. ഇത് ബഹുമാനപ്പെട്ട MLA പോലും പറഞ്ഞു കഴിഞ്ഞു. ഇത് വളരെ ആശ്ചര്യമായിരിക്കുന്നു. അദ്ദേഹം തന്നെ അതിന് പരസ്യമായ ഒരു പ്രസ്താവന തന്നെ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇതെങ്ങനെ ഇങ്ങനെ വീണ്ടും നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്നാൽ കോട്ടയം ജില്ലയിൽ നിന്ന് ഏറെക്കുറെ സത്യസന്ധമായ കണക്കാണ് പുറത്തു വന്നിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ നിന്നും മണ്ണെണ്ണ കരിഞ്ചന്തയിൽ പോകുന്നതായാണ് ആക്ഷേപം. 7,04,604 കാർഡ് ഉടമകൾ ഉള്ളപ്പോൾ അതിൽ 71,820 27 എന്നീ കാർഡുകളാണ് എന്നാണ് ഇപ്പം നമുക്ക് കണക്കിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരം ജില്ലയിലും അഴിമതി സമ്പൂർണ്ണമായി തന്നെ നടക്കുന്നുണ്ടെന്നും വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നുണ്ട്. ഭരണകേന്ദ്രത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിൽ 9,18,501 കാർഡുള്ളപ്പോൾ അതിൽ 88,365 കാർഡുകളും എന്നീ കാർഡുകളാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ് ഇത് രേഖപ്പെടുത്തി തരുമ്പോൾ ഇതിൻ്റെ വ്യാപ്തിയെ സംബന്ധിച്ച് ഗവൺമെൻറ് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കോടാനുകോടി രൂപയുടെ വെട്ടിപ്പ് ഒരു മാസം കേരള സംസ്ഥാനത്ത് നടമാടുന്നു എന്നുള്ളത് കണ്ടില്ല എന്ന് നടിക്കുന്നത്, ഭരണത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നത് ശരിയല്ല. പുനവൂർ സജീവ്, ന്യൂസ് ബ്യൂറോ, റാന്നി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസുകാരുടെ കുടുംബക്ഷേമം ഉറപ്പാക്കാൻ നടപടി അടിയന്തരമായി ഉണ്ടാകണമെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ. സ്വകാര്യ മേഖലയിൽ സംവരണം ഉറപ്പാക്കാൻ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്ന് സാംബവ മഹാസഭ. പത്തനംതിട്ടയിൽ കളക്ട്രേറ്റ് മാർച്ച് നടത്തി ഉപരോധിച്ചു. പത്തനംതിട്ട ഉപജില്ലാതല സ്കൂൾ കലോത്സവം നവംബർ 19 മുതൽ 22 വരെ വടശ്ശേരിക്കരയിൽ വെച്ച് നടക്കും. വിപുലമായ സ്വാഗത സംഘം പ്രവർത്തനം ആരംഭിച്ചു. പരിശീലനവും പരിശീലകരുമില്ലാതെ അരൂർ ഗവൺമെന്റ് രാമേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക പ്രതിഭ അജിത് ജാവലിൻ ത്രോയിൽ നേടിയ കന്നിക്കൊയ്ത്ത് സംസ്ഥാന റെക്കോർഡിലേക്ക്. അജിത്തിന് സ്കൂളിൽ ഊഷ്മള അനുമോദനം നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.